Jesus is going to give me healing or not. യേശു എനിക്ക് സൗഖ്യം തരുന്നോ ഇല്ല അത് വേറെ കാര്യം. Whether the Pharisees let me go there or not. പരീശന്മാർ എന്നെ യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ സമ്മതിക്കുന്നില്ല അത് വേറെ കാര്യം. To break through the barrier of men and touch the hem of this garment or not. ആ കൂട്ടത്തിന്റെ ഇടയിലേക്ക് ചെന്ന് എനിക്ക് അവിടെ തൊടുവാൻ കഴിയുമോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. I am going to touch the hem of his garment. താൻ തീരുമാനിച്ചു ഞാൻ ആ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടുവാനായിട്ട് ഞാൻ തീരുമാനിച്ചു. Receive my miracle. എന്റെ അത്ഭുതം ഞാൻ സ്വീകരിക്കാനാണ് തീരുമാനിച്ചു. If you're in that state of mind, ആ ഒരു മാനസികമായിട്ടുള്ള തീരുമാനം നിങ്ങൾക്കുണ്ടെങ്കിൽ you can receive your miracle this morning. ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ അത്ഭുതം സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയും. Somebody ought to say amen. ആരെങ്കിലും ആമേൻ പറഞ്ഞാട്ടെ. Somebody ought to say praise the Lord. ആരെങ്കിലും പ്രൈസ് ദി ലോർഡ് പറഞ്ഞാട്ടെ. Because don't be in a neutral mode. ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കാതെ be in a receiving mode. ഒരു സ്വീകരിക്കുന്ന അവസ്ഥയിലായിക്കാണ്. And you can go back set free. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വിടുതലോടെ പുറത്തു പോകാനായിട്ട് കഴിയും. Amen. Hallelujah. I was in a meeting just about last week in Bombay. ഞാൻ കഴിഞ്ഞ ആഴ്ച ബോംബെയിൽ ഒരു മീറ്റിംഗിലായിരുന്നു. And then I'm talking to somebody. ഞാൻ ഒരു വ്യക്തിയോട് സംസാരിക്കുകയാണ്. I'm just talking generally to people. ഞാൻ പൊതുവായിട്ട് ഞാൻ ഇവിടെ സംസാരിക്കുകയാണ്. And I said there's somebody with a problem of insomnia, can't sleep. ഉറങ്ങാൻ കഴിയുന്നില്ല, ഇൻസോംനിയ എന്നുള്ള അസുഖം കൊണ്ട് ആരോ ഉണ്ട് ഇവിടെ എന്ന് ഞാൻ പറഞ്ഞു. And then I'm telling you you're not able to sleep because you're disturbed in your sleep. എന്നിട്ട് ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ പറയുകയാണ് നിങ്ങൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വിഷമം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. I said is there somebody like that here? അങ്ങനെ ആരോ ഒരു വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നു. There's somebody like that here. അങ്ങനെ ആരോ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. Nobody lifted their hands. ആരും കൈപൊക്കിയില്ല. And I said is that really true, God, that what you're telling me is the truth? അപ്പോൾ ഞാൻ ആലോചിച്ചു ദൈവമേ നീ തന്നെയാണോ സംസാരിക്കുന്നത് അതോ നീ പറയുന്നത് സത്യമല്ല എന്നാണോ? And later, അതിനുശേഷം when we watched the video, ഞങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ when I said is there somebody like that, അതുപോലെ ആരോ അവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ the guy who's playing the guitar, he's lifting up his hand. ഗിറ്റാർ വായിക്കുന്ന പുള്ളിയാണ് കൈപൊക്കിയത്. And I cannot see him. എന്നാൽ അദ്ദേഹം പുറകിലായതുകൊണ്ട് ഞാൻ കണ്ടില്ല. And so I'm asking somebody again, is there somebody like this in this place? ഞാൻ പിന്നെയും മുന്നോട്ട് നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ് ആരെങ്കിലും അങ്ങനെ ഒരു വ്യക്തി ഇവിടെ ഉണ്ടോ എന്നുള്ളത്. And then somebody said just look back. അപ്പോൾ അവിടെ ഫ്രണ്ടിലുള്ള ഒരു വ്യക്തി പറഞ്ഞു പുറകോട്ട് നോക്കുക എന്ന് പറഞ്ഞു. And then we figured out this guy had a problem. അതിനുശേഷം ഞങ്ങൾക്ക് മനസ്സിലായി ഈ വ്യക്തിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായെന്ന് മനസ്സിലാക്കി. We prayed for him. തനിക്കായിട്ട് അവർ പ്രാർത്ഥിച്ചു. And I believe he's sleeping pretty well. ഞാൻ വിശ്വസിക്കുന്നു പൂർണ്ണമായിട്ട് അദ്ദേഹം ഇപ്പോൾ ഉറങ്ങുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. Hallelujah. Hallelujah. Why am I saying that to you this morning? ഞാൻ എന്താണ് ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? Because there are certain things I don't say. ചില കാര്യങ്ങൾ ഞാൻ പറയാറില്ല. Like insomnia, I said that day, I may not say that today. അന്ന് ഇൻസോംനിയ ഞാൻ പറഞ്ഞെങ്കിൽ ഉറക്കമില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞെങ്കിൽ ഇന്ന് ഞാൻ ചിലപ്പോൾ അത് പറയുകയില്ല. I may not mention what is the problem. എന്താണ് പ്രശ്നം എന്ന് ഞാൻ ചിലപ്പോൾ പറയുകയില്ല. Whatever the problem is, എന്താണോ പ്രശ്നം, there's only one answer. ഉത്തരം ഒന്നേ ഉള്ളൂ. Jesus Christ. യേശു ക്രിസ്തുവാണ് ഉത്തരം. Is the answer to any question. എല്ലാ ചോദ്യത്തിനും ഉത്തരം യേശു ക്രിസ്തുവാണ്. Put your hands together and praise the Lord. നിങ്ങളുടെ കരമടിച്ച് യേശു ക്രിസ്തു സ്തുതിച്ചാട്ടെ. Any question. ഏത് ചോദ്യമാണെങ്കിലും one answer. അതിന്റെ ഉത്തരം ഒന്നാണ്. Oh, praise the Lord. Hallelujah. So I'm a specialist in delivering that one answer. ആ ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കുന്നതിൽ ഞാൻ ഒരു വിദഗ്ധനാണ്. I do not know about your questions. എനിക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ അറിയുകയില്ല. But I'm an expert in the answer. എന്നാൽ ഞാൻ ഈ ഉത്തരം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിദഗ്ധനാണ്. It's very simple. ഇത് വളരെ എളുപ്പമാണ്. It's in the name of Jesus Christ. യേശുവിന്റെ നാമത്തിലാണ് ആ ഉത്തരം. ഉത്തരം. It's in the power of the word. ആ വചനത്തിന്റെ ശക്തി ആ നാമത്തിലുണ്ട്. It's in the anointing of the Holy Ghost. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ട്. Somebody shout hallelujah. ആരെങ്കിലും ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Oh, praise the Lord. Praise the Lord. In the Bible, വചനത്തിൽ you have the devil referred to by different names. പിശാചിനെ പല പേരുകൾ കൊണ്ട് അവിടെ പ്രതിപാദിക്കുന്നത് കാണാൻ കഴിയുന്നു. And one of the names of the devil, പിശാചിന്റെ ഒരു പേര്, his name is called the accuser of the brethren. ഈ സഹോദരന്മാരെ കുറ്റം പറയുന്നവൻ എന്ന രീതിയിലുണ്ട്. What is an accuser? എന്താണ് കുറ്റം പറയുക എന്നുള്ളത്? He is a person, if you see in a court setting, ഒരു കോടതിയുടേതായിട്ടുള്ള സാഹചര്യത്തിൽ പശ്ചാത്തലത്തിൽ കാണുകയാണെങ്കിൽ, the man who says this is the one who has not done this, he's an accuser. ഒരു വ്യക്തി പറയുകയാണ് ഈ മനുഷ്യനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് പറയുമെങ്കിൽ അവനാണ് കുറ്റം പറയുന്നവൻ. So the devil is referred to as an accuser. അങ്ങനെയെങ്കിൽ ഈ പിശാചിനെ പറയുന്നത് ഈ കുറ്റം പറയുന്നവൻ എന്നാണ്. What does he do? എന്താണ് പിശാച് ചെയ്യുന്നത്? He accuses you. തുടർമാനമായിട്ട് നിങ്ങൾക്കെതിരെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. Now I'm sure he cannot convince you that we are not born again. തീർച്ചയായിട്ടും നാം വീണ്ടും ജനിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിന് എതിരായിട്ട് പിശാചിനൊന്നും പറയാനില്ല. I can prove that to you straight away. തീർച്ചയായിട്ടും എനിക്ക് തെളിയിക്കാൻ How many of you കഴിയും. are sure you're going to go to heaven? നിങ്ങൾക്ക് എത്ര പേർക്ക് സ്വർഗത്തിലേക്ക് പോകുന്ന ഉറപ്പുണ്ട്? Are you sure? നിങ്ങൾക്ക് ഉറപ്പാണോ? Are you sure? നിങ്ങൾക്ക് ഉറപ്പാണോ? Are you sure? നിങ്ങൾക്ക് ഉറപ്പാണോ? Are you sure? നിങ്ങൾ ഉറപ്പാണോ? Okay, if you're sure, that means the devil cannot convince you out of that. നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ അതിന്റെ അർത്ഥം പിശാചിന് അതിനെതിരെ നിങ്ങളെ ഒരു ബോധ്യപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. He can never convince us that we are not going to heaven. പലപ്പോഴും പിശാചിന് നാം സ്വർഗത്തിലേക്ക് പോകുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തുവാനായിട്ട് കഴിയുകയില്ല. Nobody comes here and says, I do not know whether I'll make it to heaven.
പലരും ചിലപ്പോൾ വന്ന് പറയുകയില്ല, ഓ ഞാൻ സ്വർഗത്തിലേക്ക് പോകുമോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. But what does he accuse you and me of? എന്നാൽ എന്താണ് നമുക്കെതിരെ പിശാച് തുടർച്ചയായിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? As believers, he can accuse you of something like this. വിശ്വാസികൾ എന്നുള്ള നിലയിൽ പിശാച് പലപ്പോഴും നമുക്കെതിരെ കൊണ്ടുവരുന്ന ഒരു കാര്യം ഇതാണ്. I'll explain that to you. ഞാനത് വ്യക്തമാക്കി തരാം. So please go to the book of Romans chapter 1. റോമാലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ verse number 25. 25-ാമത്തെ വാക്യം. The book of Romans chapter 1. റോമാലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ verse number 25. 25-ാമത്തെ വാക്യം. The Bible says, I'm jumping straight into a thought pattern. വചനം പറഞ്ഞിരിക്കുന്ന ഒരു ചിന്താരീതിയിലേക്ക് ഞാൻ വളരെ വ്യക്തമായിട്ട് I കടക്കുകയാണ്. cannot give you the context because of time. എനിക്ക് അതിന്റെ പശ്ചാത്തലം പറയുവാനായിട്ട് സമയപരിധി It കാരണം says to സമയമില്ല. exchange the truth of God for the lie ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. and worshipped and served the creature rather than the creator. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. Who exchanged the truth of God for the lie. ഈ നുണയ്ക്കായിട്ട് അല്ലെങ്കിൽ വ്യാജത്തിനായിട്ട് നമ്മൾ സത്യത്തെ മാറ്റിക്കളയുക എന്നുള്ളൊരു അവസ്ഥയാണ്. If you notice very carefully, ഇത് വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ the Bible says there's the truth വചനം പറയുന്ന അവിടെ ഒരു സത്യമുണ്ടെന്ന് പറയുന്നു, and there is the lie. അവിടെ ഒരു വ്യാജമുണ്ട് എന്ന് പറയുന്നു. So I'm sure it's the same in Malayalam. When you say the, it means that's the only way. മലയാളത്തിലും അത് അതുപോലെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു. ദ എന്നുള്ള വാക്ക് എന്നതിന്റെ അർത്ഥം ഒരെണ്ണം മാത്രം എന്നാണ് അർത്ഥം. It's not a truth, it's not a lie. ഒരു സത്യം എന്ന് മാത്രമല്ല ഏക സത്യം എന്നാണ് അവിടെ പറയുന്നത്. The truth, the lie. ഏക സത്യം ഏക വ്യാജം എന്ന് അവിടെ പറയുന്നു. Now what is the truth and what is the lie? എന്താണ് ഈ ഏക സത്യവും ഏക വ്യാജവും? We need to go back to Genesis chapter 3. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമുണ്ട്. Genesis chapter 3. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3-ാമത്തെ and അധ്യായം verse number 4. 4-ാമത്തെ വാക്യം. Genesis the 3rd chapter and the verse number 4. 3-ാമത്തെ അധ്യായത്തിന്റെ 4-ാം വാക്യം. The serpent said to the woman, പാമ്പ് സ്ത്രീയോട്, you will not surely die. നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. For God knows in the day that you will eat that your eyes will be opened and you will be like God, knowing good and evil. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും. What did the devil say? എന്താണ് പിശാച് പറഞ്ഞത്? He says your eyes will be open. പിശാച് പറയുന്നത് നിങ്ങളുടെ കണ്ണ് തുറക്കപ്പെടും, and you will be like God. നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറയുന്നു. Somebody say like God. പറഞ്ഞാട്ടെ, ദൈവത്തെ പോലെ. Like God. ദൈവത്തെ പോലെ. One more time, like God. ഒരിക്കൽ കൂടെ, ദൈവത്തെ പോലെ. Now he said if you do this you will become like God. പിശാച് പറയുകയാണ് നിങ്ങൾ ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നുള്ളത്. So he says if you partake of this fruit, പിശാച് പറയുകയാണ് ഈ ഫലം നീ കഴിച്ചാൽ then you will be like God. അത് നീ ദൈവത്തെ പോലെ ആകും. Be like God. ദൈവത്തെ പോലെ ആകും. There's only one problem. എന്നാൽ ഒരു പ്രശ്നമേ ഉള്ളൂ. Now what Eve actually did, I'm not citing Eve, but I think this is what it was. ഹവ്വ എന്താണ് ചെയ്തതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ ഹവ്വയുടെ ഭാഗം ചേർന്ന് നിൽക്കുകയല്ല, എന്നാലും നോക്കാം. Is it wrong for her to be like God? താൻ ദൈവത്തെ പോലെ ആകാനായിട്ട് ആഗ്രഹിക്കുന്നത് തെറ്റാണോ? She didn't plan to be like the devil. പിശാചിനെ പോലെ ആകുവാനായിട്ടല്ല ഹവ്വ She ശ്രമിച്ചത്. just wanted to be like God. എന്നാൽ ദൈവത്തെ പോലെ ആകുവാനായിട്ട് താൻ ശ്രമിച്ചു. She says I'm going to do this because my eyes must be open. I will be like God. ഹവ്വ പറയുകയാണ് ഞാൻ ഈ ഫലം കഴിക്കാൻ പോകുന്നത് എന്റെ കണ്ണുകളെ തുറന്ന് ഞാൻ യേശുവിനെ അല്ലെങ്കിൽ ദൈവത്തെ പോലെ ആകുവാനായിട്ടാണ്. No, why this is the biggest lie? എന്തുകൊണ്ടാണ് ഇത് ഏറ്റവും വലിയ കള്ളമായിരിക്കുന്നത്? Is because, എന്തുകൊണ്ടെന്നാൽ, listen to me very carefully, എന്നെ ശ്രദ്ധിച്ചു കേട്ടാൽ, she need not do anything to be like God. താൻ ദൈവത്തെ പോലെ ആകുവാനായിട്ട് ഒന്നും ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. She was like God. താൻ അപ്പോൾ തന്നെ ദൈവത്തെ പോലെ ആയിരുന്നു. She was like God. ദൈവത്തെ പോലെ തന്നെ താൻ ഹവ്വ ആയിരുന്നു. God made her and Adam in his own image and likeness. ആദാമിനെയും ഹവ്വയെയും ദൈവം തന്റെ സ്വന്തം രൂപത്തിൽ തന്നെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. Are you following with me? നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നു? Are you listening to me? നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? Now it's not that she has to do something to become like God. എന്തോ ചെയ്താൽ മാത്രമേ ദൈവത്തെ പോലെ ആകുകയുള്ളൂ എന്നുള്ള അവസ്ഥ അവിടെ But ഇല്ല. the Bible says they were children of God, made in the image of God. വചനം പറയുന്ന അവർ ദൈവ മക്കളായിരുന്നു, ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിപ്പെട്ടവർ. The Bible says വചനം പറയുന്നു Adam, the son of God. ആദാം ദൈവത്തിന്റെ മകൻ. Hallelujah. You know that, right? Adam, the son of God. ആദം ദൈവത്തിന്റെ മകൻ. So the lie is this. അപ്പോൾ ഈ വ്യാജം അല്ലെങ്കിൽ കള്ളം എന്നുള്ള The lie is to do something to become like God when you're in the first place like God. ദൈവത്തെ പോലെ ആയിരിക്കുമ്പോൾ തന്നെ പിശാച് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്തൊക്കെയോ ചെയ്താൽ
ചെയ്താൽ മാത്രമേ ദൈവത്തെ പോലെ ആകുകയുള്ളൂ എന്നുള്ളൊരു കള്ളമാണ്. If you understand me, will you say amen? നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. Today, ഇന്ന് the reason he accuses us ഇന്ന് നമ്മെ പിശാച് കുറ്റം വിധിക്കുന്നത് is to get us into an attempt to please God by the things that we do. നാം ചെയ്യുന്ന പ്രവൃത്തികളാൽ ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ള ഒരു കള്ളമാണ് പലപ്പോഴും പിശാച് നമ്മളുടെ ഇടയിൽ കൊണ്ടുവരുന്നത്. He says, if you do this, you can please God. നീ ഇത് ചെയ്താൽ നിനക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും എന്ന് പിശാച് പലപ്പോഴും നമ്മളോട് പറയുന്നു. If you attempt this exercise, you'll be like God. ഈ ഒരു കാര്യം നീ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ദൈവത്തെ പോലെ ആകുവാൻ കഴിയുമെന്ന് പിശാച് പറയുന്നു. If you do this, then you can please God. നീ ഇത് ചെയ്താൽ ദൈവത്തിനെ സന്തോഷിപ്പിക്കാനായിട്ട് കഴിയുന്നു. And so we are, as a Christian, trying to attempt all these Christian rigmaroles to be able to please God with our actions. അപ്പോൾ പലപ്പോഴും നാം ചെയ്യുന്ന വിശ്വാസികൾ എന്ന നിലയിൽ ദൈവം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനായിട്ട് നാം നോക്കുന്നു. We fast. നാം ഉപവസിക്കുന്നു. Nothing wrong in fasting. അതിന് ചെയ്യുന്നതിന് തെറ്റില്ല. But if our attempt is to please God, എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് നാം ഉപവാസം ചെയ്യുന്നെങ്കിൽ we are accused because the devil says, unless you do this, can you please God? നാം കുറ്റം വിധിക്കപ്പെട്ടവരെ പോലെയാണ്. പിശാച് പറയുകയാണ്, നീ ഉപവസിച്ചില്ലെങ്കിൽ ദൈവത്തിന് നിന്നോട് സന്തോഷമില്ല. I'm not against your fasting. ഞാൻ നിങ്ങളുടെ ഉപവാസത്തിനെതിരല്ല. But I'm against the thought that says that if I do this, God will take notice of me. എന്നാൽ ഞാൻ ഈ ഒരു ചിന്താരീതിക്ക് എതിരാണ്. ആ ചിന്താരീതി എന്താണ്? ഞാൻ ഇത് ചെയ്താൽ മാത്രമേ ദൈവം എന്നെ ശ്രദ്ധിക്കുകയുള്ളൂ. Are you with me so far? നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നു. Hallelujah. Hallelujah. I'll give you another scripture. ഞാൻ മറ്റൊരു വേദഭാഗം പരിചയപ്പെടുത്തി തരാം. Praise the Lord. Hallelujah. Praise God. Give me a second. Acts, the 16th chapter. അപ്പോസ്തല പ്രവൃത്തികളുടെ 10ാമത്തെ അധ്യായത്തിന്റെ 16ാമത്തെ വാക്യം. Acts chapter 16. Acts 16. അപ്പോസ്തല പ്രവൃത്തികൾ 16ാമത്തെ അധ്യായത്തിന്റെ. And let me give you the context before I give you the ഞാൻ അതിന്റെ ആ ഭാഗം പറയുന്നതിന് മുമ്പ് അതിന്റെ പശ്ചാത്തലം പറയട്ടെ. The problem said the story talks about Paul and Silas in jail. പൗലോസും ശീലാസും ജയിലിലായിരിക്കുന്ന സമയത്തെ പറ്റിയാണ് പറയുന്നത്. For something which they did as in the line of ministry. അവരെ ശുശ്രൂഷയിലായിരുന്നതിന് ആ കാരണം കൊണ്ട് അവരെ ജയിലിലേക്ക് തള്ളപ്പെട്ടു. And the Bible says God sent an earthquake. വചനം പറയുന്ന അവിടെ ഭൂമി കുലുക്കം ദൈവം അയച്ചു. It was a very anointed earthquake. അത് വലിയ അഭിഷേകമുള്ള ഒരു ഭൂമി കുലുക്കമായിരുന്നു. Because it opened up the doors. കാരണം അത് വാതിലുകളെ തുറക്കുന്ന ഒരു കുലുക്കമായിരുന്നു. And killed nobody. എന്നിട്ട് ആർക്കും അതിന് അപായമൊന്നും ഉണ്ടായില്ല. If you think that was a miracle, നിങ്ങൾക്ക് അത് ഒരു അത്ഭുതം നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, the greater miracle, എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള അത്ഭുതം was that these thieves and robbers did not run away. That was a greater miracle. ഈ കള്ളന്മാർ ആരും തന്നെ ഓടിപ്പോയില്ല എന്നുള്ളതാണ് അതിലും വലിയ അത്ഭുതം. Because the thieves, when the doors open, run out usually. കാരണം സാധാരണ രീതിയിൽ ഈ ഒരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ കള്ളന്മാരെല്ലാം ഓടി രക്ഷപ്പെടും. But the miracle was they were in that place. എന്നാൽ അവിടുത്തെ അത്ഭുതം, വലിയ അത്ഭുതം എന്ന് പറയുന്ന ആ കള്ളന്മാരെല്ലാം തന്നെ അവിടെ നിന്നു. Because they heard Paul and Silas sing praises unto God. കാരണം പൗലോസും ശീലാസും അവിടെ പാടി ആരാധിക്കുന്നത് അവർ കേട്ടു. Runs in the jail warden. The jail warden. ആ ജയിൽ വാർഡൻ അവിടെ വരികയാണ്. He says, everybody should have run away. I'm going to kill myself. താൻ വിചാരിക്കുകയാണ്, അയ്യോ ഈ വാതിൽ തുറന്ന് എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ടാകും, ഞാൻ എന്നെ തന്നെ കൊല്ലുവാൻ പോവുകയാണ്. Rather die in my own hands. ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ മരിക്കുന്നത് ഭേദം. To suffer and be tortured by the Romans for letting all these prisoners escape. ഈ റോമൻ അധികാരികൾ എന്നെ മുറിപ്പെടുത്തി എന്നെ പീഡിപ്പിക്കുന്നതിൽ നിന്ന് ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ മരിക്കുന്നതാണ് നല്ലത്. The Bible says. അങ്ങനെ വചനം പറയുകയാണ്. Paul said to him, പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, do yourself no harm. നിന്നെ ഉപദ്രവിക്കരുത്. For we are all here. ഞങ്ങൾ എല്ലാവരും ഇവിടെ ആയിരിക്കുന്നു. Verse 28. That's verse 28. 28ാമത്തെ വാക്യത്തിലാണ്. Do yourself no harm. അപ്പോൾ പൗലോസ് പറയുകയാണ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്. For we are all here. ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. All here. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. Not one fellow ran away. വേറെ ആരും ഒരു വ്യക്തി പോലും ഓടിപ്പോയില്ല. Imagine this. നിങ്ങൾ ശ്രദ്ധിച്ചാൽ this person saw the earthquake. ഈ വ്യക്തി ആ കുലുക്കമെല്ലാം കണ്ടപ്പോൾ He saw the gates just blast open. ആ വാതിലുകളെല്ലാം തന്നെ അങ്ങ് മലർന്ന് തുറക്കുന്നതായിട്ട് കണ്ടു. But that really didn't impress him. എന്നാൽ അത് തന്നെ വലുതായിട്ട് മനസ്സിലൊരു വലിയ ഒരു മാറ്റമുണ്ടാക്കി. What blew his mind is these robbers are still here. എന്നാൽ തന്റെ ചിന്തയ്ക്ക് അപ്പുറമായിട്ട് തന്നെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തന്നെ ഞെട്ടിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കള്ളന്മാരെല്ലാം തന്നെ അവിടെ ഉണ്ട്. He runs to Paul and Silas. പൗലോസിന്റെയും ശീലാസിന്റെ അടുക്കേക്ക് താൻ ഓടിപ്പോകുന്നു. Verse number 13. എന്നിട്ട് 30ാമത്തെ വാക്യത്തിൽ പറയുന്നു, he says, sirs, what must I do to be saved? യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. Listen to me very carefully. എന്നെ ശ്രദ്ധിച്ചാട്ടെ. What must I? ഞാൻ എന്ത് ചെയ്യണം? Do. എന്ത് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. Do. ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. Because in our mindset there's something to do.
കാരണം നമ്മുടെ മനസ്സിൽ എപ്പോഴും എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം എപ്പോഴും ഉണ്ട്. We are programmed to do from Adam. നമ്മൾ ആദാം തൊട്ടേ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നു. I know some of you are wondering then what am I supposed to do? അപ്പോൾ ചില വ്യക്തികൾ ഇപ്പൊ ചിന്തിക്കുന്നതാണ് ഞാനിപ്പോ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ്. I will explain that, just hang it right with me. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. Paul says, പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, believe. വിശ്വസിക്കുക. The next verse. അടുത്ത വാക്യം, hallelujah. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. Okay, now I'll just give you that one word, believe. വിശ്വസിക്കുക എന്നുള്ള ആ ഒരു വാക്ക് ശ്രദ്ധിക്കുക. He says do, ചെയ്യുക. He says believe. വിശ്വസിക്കുക. You hope I'm നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? Okay, getting it. Now we are programmed to do. നമ്മൾ ചെയ്യുവാനായിട്ട് പ്രത്യേക രീതിയിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന വ്യക്തികളാണ്. Apostle Paul says you can't do. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ് ചെയ്യാൻ കഴിയുകയില്ല. Can't do nothing. ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. One thing you can do. ഒരു കാര്യം ചെയ്യാൻ കഴിയും. Believe. വിശ്വസിക്കുക. Believe. വിശ്വസിക്കുക. Believing is doing. വിശ്വസിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു പ്രവൃത്തിയാണ്. Amen. Hallelujah. One more portion of scripture. ഞാൻ ഒരു വേദഭാഗം കൂടെ പറഞ്ഞോളട്ടെ. Matthew chapter 19. മത്തായിയുടെ സുവിശേഷത്തിന്റെ 19-ാമത്തെ അധ്യായം. I'm going to pick it up from verse number 16. 16-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. Matthew 19 and verse number 16. മത്തായിയുടെ സുവിശേഷത്തിന്റെ 19-ാമത്തെ വാക്യത്തിന്റെ 16-ാമത്തെ. The heading in my Bible says Jesus counsels the rich young ruler. അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, it says, behold, one came and said to him, അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, good teacher, ഗുരു, what good thing shall I do? നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം? He said, good teacher. ഗുരു എന്ന് വിളിക്കുന്നു. Sounds very good. അത് കേൾക്കാൻ നല്ല രസമുണ്ട്. And then he said, അതിനുശേഷം ചോദിക്കുകയാണ്, what good thing must I do? ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിക്കുന്നു. Good thing must I do? ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിക്കുന്നു. What did Jesus say? എന്താണ് അവിടെ യേശു ഉത്തരം പറയുന്നത്? He says in verse number 18, 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, no one is good but God. നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. But if you want to enter into life, നിനക്ക് ജീവനിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ keep. സൂക്ഷിച്ചുകൊള്ളുക. Keep. സൂക്ഷിച്ചുകൊള്ളുക. Not doing. ചെയ്യുക എന്നുള്ളതല്ല. Keep. കൽപ്പനകളെ പ്രമാണിക്കുക എന്നുള്ളതാണ്. Keep. പ്രമാണിക്കുക എന്നുള്ളതാണ്. You see that? Amen. You see that? ശ്രദ്ധിച്ചാട്ടെ. Do you see that? ശ്രദ്ധിച്ചാട്ടെ. I know I'm probably raising some doubts in your mind right now. എനിക്കറിയാം ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചില സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകാം. What do you mean? എന്താണ് അർത്ഥമാക്കുന്നത്? What am I supposed to do? എന്താണ് ഇവിടെ ഞാൻ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്? The word of God says believe. വചനം പറയുകയാണ് വിശ്വസിക്കുക. You can't do a thing. ഒരു കാര്യം ചെയ്യാനായിട്ട് സാധ്യമല്ല. But believe. എന്നാൽ വിശ്വസിക്കുക. Remember the story of the Passover. ആ ഒരു പാസ്ഓവറിന്റേതായിട്ടുള്ള സ്റ്റോറി നിങ്ങൾ ശ്രദ്ധിച്ചാൽ, the Lord said to Moses, I'm going to pass by. The destroyer is going to pass by. മോശയോട് പറയുകയാണ് ഞാൻ ഇതിലെ കടന്നു പോകുമെന്ന് ദൈവം പറയുകയാണ്. And he said, അവിടെ പറയുകയാണ്, take a blood of an animal. ആ ഒരു മൃഗത്തിന്റെ രക്തം എടുത്തുകൊണ്ട് and dab it on the sides of your doorposts. കട്ടളപ്പടിയിൽ തന്നെ അത് തളിക്കുക എന്ന് പറയുന്നു. He says when the destroyer passes by, സംഹാരദൂതൻ അതിലെ കടന്നു പോകുമ്പോൾ, if he sees the blood, ഈ കട്ടളപ്പടിയിൽ രക്തം കാണുമ്പോൾ, he will pass by. അവിടെ സംഹരിക്കാതെ താൻ കടന്നു പോകുമെന്ന് പറയുന്നു. Praise the Lord. Hallelujah. What must the people do inside? എന്താണ് വ്യക്തികൾ അകത്ത് ചെയ്യേണ്ടത്? Believe. വിശ്വസിക്കുക. You understand? മനസ്സിലായോ? Believe. വിശ്വസിക്കുക. If they sit inside the house and scream and shout, അവർ ഭവനത്തിനകത്തിരുന്ന് ബഹളം വെച്ച് ഉറക്കെ നിലവിളിച്ചതുകൊണ്ട്, that's not going to keep the destroyer from not coming inside. അത് സംഹാരദൂതൻ അകത്ത് വരാതിരിക്കുവാൻ കാരണമാകുന്നില്ല. One family is afraid. ഒരു കുടുംബം വളരെ പേടിച്ചിരിക്കുന്നു. One family is happy. എന്നാൽ ഒരു കുടുംബം വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. One family is doubting whether this is true. എന്നാൽ ഒരു കുടുംബം വിചാരിക്കുകയാണ് ഈ പറയുന്നതൊക്കെ നടക്കുമോ. One family does not believe. എന്നാൽ ഒരു കുടുംബം വിശ്വസിക്കുന്നില്ല. But if the blood is posted on the side posts, എന്നാൽ ഈ രക്തം കട്ടളപ്പടിയിൽ ഉണ്ടെങ്കിൽ, if the blood is there, ഈ രക്തം കട്ടളപ്പടിയിൽ ഉണ്ടെങ്കിൽ, the destroyer will pass by. ഈ സംഹാരദൂതൻ കടന്നു പോകും. It doesn't matter what you've done. നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള അവിടെ വിഷയമല്ല. If you believe, നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, the destroyer will pass by. ആ സംഹാരദൂതൻ കടന്നു പോകും. Somebody shout a hallelujah. ആരെങ്കിലും ഹല്ലേലൂയ പറഞ്ഞാട്ടെ. The accuser of the brethren, ഈ സഹോദരന്മാരെ കുറ്റം വിധിക്കുന്നവൻ, he wants us to do something. ഈ പിശാച് ആഗ്രഹിക്കുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്.
And when you do something, എന്തെങ്കിലും ചെയ്യുമ്പോൾ he says a little bit more. പിന്നെയും പറയുകയാണ് കുറച്ചും കൂടെ അധികം നീ ചെയ്താലേ ശരിയാവത്തുള്ളൂ. A little bit more. കുറച്ചും കൂടെ അധികം ചെയ്താലേ The ശരിയാവത്തുള്ളൂ. reason why we are not able to get breakthroughs പലപ്പോഴും വിടുതൽ നമുക്ക് ലഭിക്കാതിരിക്കുന്നത് is because we condemn ourselves because we have not come to the place where we could have done a little bit more. പലപ്പോഴും നാം നമ്മെ തന്നെ വിധിക്കുകയാണ്. അല്പം കൂടെ ചെയ്തിരുന്നെങ്കിൽ ദൈവത്തിനോട് ഒരു സന്തോഷമാകുമായിരുന്നു. I wish I would have read 5 chapters more. ഞാനൊരു 5 അധ്യായം കൂടെ വായിക്കുകയായിരുന്നെങ്കിൽ എന്ന് ആശ്വസിച്ചു I പോവുകയാണ്. wish I would have prayed 5 hours more. ഞാനൊരു 5 മണിക്കൂർ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ആശിച്ചു I പോവുകയാണ്. wish I would have fasted 3 days more. ഞാനൊരു 3 ദിവസം കൂടെ അധികമായിട്ട് ഉപവസിച്ചിരുന്നെങ്കിൽ. But listen to me very carefully. എന്നാൽ ശ്രദ്ധിച്ചു കേട്ടാട്ടെ. I'm not against these wonderful things which is there in scripture. എന്നാൽ ഈ കാര്യങ്ങൾക്ക് എല്ലാത്തിനും എതിരായിട്ടല്ല ഞാൻ ഇവിടെ പറയുന്നത്. We are good to read the Bible. We are good to pray. We are good to fast. വചനം വായിക്കുക, ഉപവസിക്കുക, ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, ഇതെല്ലാം നല്ലത് തന്നെയാണ്. But the moment you say it's because of these works that I do that God is going to take notice of me, you're terribly mistaken. എന്നാൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് ദൈവം എന്നെ സന്തോഷിച്ച് എന്നെ ശ്രദ്ധിക്കുന്നത് നിങ്ങൾ പറയുമ്പോൾ അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. I've been to places and asked people very genuinely, I was in trouble, what must I do? ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കും വ്യക്തികൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? When I was still getting a hold on the Lord and the Word of God, I wanted to get deliverance from the trouble I was facing. ഞാൻ ദൈവവുമായിട്ട് അടുത്ത് ഇടപെടുന്ന ഒരു സമയം വരെ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വിടുതൽ എനിക്ക് ആവശ്യമായിരുന്നു. Went to person X. ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ഞാൻ പോയി. What do I do? ഞാൻ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? I'm not able to break through. എനിക്ക് വിടുതൽ ലഭിക്കുന്നില്ല. Have you read your Bible, brother? അദ്ദേഹം ചോദിച്ചു, താൻ വചനം വായിച്ചോ? Yes, I read my Bible. അപ്പോൾ പറഞ്ഞു, ഞാൻ വചനം വായിച്ചു. You should read more. അദ്ദേഹം പറഞ്ഞു, കൂടുതൽ വായിക്കണം. I said, okay. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി. Started reading the Bible. വീണ്ടും ഞാൻ അധികമായിട്ട് വചനം വായിക്കുവാൻ തുടങ്ങി. Great difficulty. വളരെ ബുദ്ധിമുട്ടും പ്രയാസത്തോടും കൂടെ തന്നെ വായിക്കാൻ തുടങ്ങി. No help. പ്രത്യേകിച്ച് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. Went back to another person. വീണ്ടും അടുത്ത വ്യക്തിയിലേക്ക് പോയി. What is your problem? എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. This is my problem. ഇതാണ് എന്റെ പ്രശ്നം ഞാൻ പറഞ്ഞു. Have you fasted? നിങ്ങൾ ഉപവസിച്ചോ? I said, okay. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി, ഓക്കെ. Fasted. ഞാൻ ഉപവസിച്ചു. No help. എന്നിട്ട് മാറ്റമൊന്നുമില്ല. Then somebody said, how many days? അപ്പോൾ അടുത്ത വ്യക്തി ചോദിച്ചു, എത്ര ദിവസം ഉപവസിച്ചു? 7 days. 7 ദിവസം. No, it must become 21. അത് 21 ആയാലേ ശരിയാവത്തുള്ളൂ. You finished 21. നിങ്ങൾ അങ്ങനെ 21 Somebody കംപ്ലീറ്റ് says, ചെയ്തു. no, 40. അപ്പോൾ അടുത്ത ആള് പറയുകയാണ് 40 ആയാലേ ശരിയാവുകയുള്ളൂ. You know the donkey with the carrot in front of you? നിങ്ങൾക്കറിയാമോ, ഒരു കഴുതയുടെ ഫ്രണ്ടിൽ ഒരു ക്യാരറ്റ് കിട്ടുന്ന ഒരു വെക്കുന്ന അനുഭവം പോലാണ്. The donkey moves but never gets the carrot. എന്നാൽ ഈ ഒരു കഴുത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, അതോടൊപ്പം തന്നെ ക്യാരറ്റും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. He is called the accuser of the brethren. പിശാചിനെ വിളിക്കുന്ന സഹോദരന്മാരെ കുറ്റപ്പെടുത്തുന്ന എന്നാണ്. There is a limit. There is a place for Bible reading. There's a place for prayer. I don't deny that. തീർച്ചയായിട്ടും വചനം വായിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും അതിൻ്റെതായുള്ള സ്ഥാനമുണ്ട്. But there's a place where you know what to believe in what you heard and what you must do based on what you received. എന്നാൽ വേറെ ഒരു കാര്യമുള്ളത്, എന്ത് ഞാൻ വിശ്വസിക്കണം, എന്ത് ഞാൻ സ്വീകരിക്കണം, എന്ത് ഞാൻ ചെയ്യണം എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു തലമുണ്ട്. Romans chapter 10 and verse number 3. റോമാലേഖനത്തിന്റെ 10-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. The Bible says, for they being ignorant of God's righteousness and seeking to establish their own righteousness have not submitted to the righteousness of God. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചതുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. There's something called God's righteousness. ദൈവത്തിന്റെ നീതി എന്ന് പറയുന്ന ഒന്നുണ്ട്. And something called self-righteousness. സ്വയം നീതി എന്ന് പറയുന്ന ഒന്നുണ്ട്. The Bible says they were ignorant of God's righteousness. വചനം പറയുകയാണ്, ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് അവർക്ക് അറിവില്ലായിരുന്നു. And they established to seek their own righteousness. അങ്ങനെ അവർ സ്വന്തം നീതി സ്ഥാപിക്കുവാനായിട്ട് ശ്രമിച്ചു. Hallelujah. Hallelujah. The Bible says in verse number 5. വചനം 5-ാമത്തെ വാക്യത്തിൽ ഇവിടെ പറയുകയാണ്, for Moses writes about the righteousness which is of the law. ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്ന് മോശെ എഴുതിയിരിക്കുന്നുവല്ലോ. The emphasis of the law ഈ ന്യായപ്രമാണത്തിന്റെ ഊന്നൽ is mentioned very clearly there. ഇവിടെ വളരെ വ്യക്തമായിട്ട് പരാമർശിച്ചിരിക്കുന്നു. It says the man who does those things shall live by them. അവിടെ എഴുതിയിരിക്കുന്നത് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കുമെന്നാണ്. What are those words? എന്താണ് അവിടെയുള്ള വാക്കുകൾ? The man who does them. അത് ചെയ്ത മനുഷ്യൻ. Can you say does? ചെയ്ത. Old Testament action. പഴയ നിയമത്തിലെ ചെയ്യുക എന്ന് പറയുന്ന കാര്യം. You drag an animal. ഒരു മൃഗത്തെ വലിച്ചുകൊണ്ട് പോകുന്നു. And go to the church, go to the temple. എന്നിട്ട് ആലയത്തിലേക്ക് പോകുന്നു. Why does he drag an animal? എന്തുകൊണ്ടാണ് ആ മൃഗത്തെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നത്? Why? എന്തുകൊണ്ടാണ്? Because he is at fault
and he needs to drag an animal to pay for his sin. കാരണം തന്നിൽ പാപമുണ്ട്, ആ പാപം ചുമത്തുവാനായിട്ട് ഈ ഒരു മൃഗത്തെ ഉപയോഗിക്കുന്നു. You understand that? നിങ്ങൾക്ക് മനസ്സിലാകുന്നു? Now who made the mistake? Is it the animal or the man? ആരാണ് പാപം ചെയ്തത്? ആ മൃഗമാണോ മനുഷ്യനാണോ? The man. Okay. So when he goes to the high priest, അങ്ങനെ താൻ പുരോഹിതന്റെ അടുത്തേക്ക് പോകുമ്പോൾ the high priest does not examine the man. ആ ഒരു പുരോഹിതൻ ഈ മനുഷ്യനെ തന്നെ വിധിക്കുക അല്ലെങ്കിൽ ശോധന ചെയ്യുകയല്ല. He's at fault. ആ മനുഷ്യനാണ് പാപം ചെയ്തത്. But he's examining the animal. എന്നാൽ ഈ ഒരു മൃഗത്തെയാണ് താൻ പരിശോധിച്ചു നോക്കുന്നത്. Maybe if it's a lamb, അതൊരു കുഞ്ഞാടാണോ? looking if there's any blemish. അതിന് ഊനം എന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നു. If there's a blemish, he would reject that. അതിന് ഊനമുണ്ടെങ്കിൽ അതിനെ മാറ്റി നിർത്തുന്നു. You realize that? നിങ്ങൾക്ക് അതറിയാമോ? The Old Testament is the shadow of the New Testament. ഈ പഴയ നിയമം എന്ന് പറയുന്നത് പുതിയ നിയമത്തിന്റെ ഒരു നിഴലാണ്. Amen. Hallelujah. The New Testament ഈ പുതിയ നിയമം is the Old Testament revealed. ഈ പഴയ നിയമത്തിന്റെ വെളിപ്പാടാണ് ഈ പുതിയ നിയമം എന്ന് പറയുന്നത്. The Old Testament ഈ പഴയ നിയമം is the New Testament concealed. ഈ പുതിയ നിയമത്തെ മറച്ചു വെച്ചിരിക്കുന്നതാണ് ഈ പഴയ നിയമം. You understand? So there's a picture and a type which is revealed in the New Testament. അങ്ങനെയെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഛായാചിത്രം അവിടെ വെളിപ്പെടുത്തുകയാണ് പുതിയ നിയമത്തിൽ. So when this animal was being examined, അങ്ങനെ ഈ ഒരു മൃഗത്തെ പരിശോധിച്ചു നോക്കുമ്പോൾ, and if it's all well, the animal is sacrificed. അതിന് യാതൊരു ഊനവും ഇല്ലെങ്കിൽ അതിനെ പ്രായശ്ചിത്തം ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുന്നു. And the man who sinned, ഈ പാപം ചെയ്ത വ്യക്തി, he walks scot free. വളരെ വിടുതലോടെ സ്വാതന്ത്ര്യത്തോടെ താൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. Thank you Lord, and he walks away free. എന്നിട്ട് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് താൻ വളരെ സന്തോഷത്തോടെ നടന്നു പോവുകയാണ്. It was a picture of what would happen in the New Testament. അത് പുതിയ നിയമത്തിൽ നടക്കേണ്ടതിന്റെ ഒരു വലിയൊരു വെളിപ്പാടാണ് അവിടെ നടക്കുന്നത്. John the Baptist is baptizing people in Jordan. യോഹന്നാൻ സ്നാപകൻ യോർദാനിൽ വ്യക്തികളെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. There comes his cousin Jesus. അവിടെ താൻ യേശു കടന്നു വരികയാണ്. And this is what he says. ഇവിടെ താൻ ഇങ്ങനെയാണ് പറയുന്നത്. It's a prophetic word. അത് പ്രവചനാത്മകമായിട്ടുള്ള വാക്കാണ്. Behold the Lamb of God. ദൈവത്തിന്റെ കുഞ്ഞാടിനെ കാണുക എന്ന് അവിടെ പറയുന്നു. He didn't say anything else, but he called him the Lamb of God. അവിടെ ദൈവത്തിന്റെ കുഞ്ഞാട് എന്നാണ് വിളിച്ചത്. And he says the other prophetic words. മറ്റേ ഒരു പ്രവചനാത്മക വാക്യം, who takes away the sin of the world. ഈ ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുന്ന ആ ദൈവത്തിന്റെ കുഞ്ഞാട്. Hallelujah. Hallelujah. These are profound words. ഇത് വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. Because the animal could not take away sin. കാരണം ഈ മൃഗത്തിന് പാപത്തിനെ എല്ലാം മാറ്റുവാൻ കഴിഞ്ഞില്ല. It only hid sin for a temporary period. അത് ഒരു സമയം വരെ മറച്ചു വെക്കുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. For 1 year sins were covered. ഒരു വർഷത്തേക്ക് പാപങ്ങളെ കവർ ചെയ്യുവാൻ തക്കണോ ആനിമലിന് കഴിഞ്ഞു. But when Jesus came on the scene, എന്നാൽ യേശു ആ രംഗത്തേക്ക് വന്നപ്പോൾ, he took away. ആ പാപത്തെ എടുത്തു മാറ്റി യേശു. Hallelujah. Hallelujah. It was not hid under the carpet. അത് മറച്ചു വെക്കുകയല്ല യേശു ചെയ്തത്. It was taken away. ആ പാപത്തെ എടുത്തു മാറ്റി. It was annihilated. അത് തീർച്ചയായിട്ടും അതിനെ മാറ്റിക്കളഞ്ഞു. It was destroyed. അത് തകർക്കപ്പെട്ടു. Sin has got no power. ഇനി പാപത്തിന് അധികാരമില്ല. We rule and reign over sin. ഇനി നാമാണ് അധികാരത്തിലേക്ക് നടക്കുന്നത്. Somebody clap to God. ആരെങ്കിലും ദൈവത്തിന് കൈയടിച്ചാട്ടെ. Oh, praise God, somebody. കരമടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. Now when this happens in the New Testament, അപ്പോൾ ഇത് പുതിയ നിയമത്തിൽ സംഭവിക്കുമ്പോൾ, the emphasis now again, the devil is saying do something. ഊന്നൽ പലപ്പോഴും പിന്നെയും പിശാച് കൊണ്ടുവരുന്നത് പഴയ നിയമത്തിൽ പോലെ ചെയ്യുക 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 എന്നാണ്. You understand? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? He says do something. ചെയ്യുക ചെയ്യുക എന്ന് പറയുകയാണ്. Okay, listen to me. എന്നെ ശ്രദ്ധിച്ചാട്ടെ. It says the Christ verse number 5. അഞ്ചാമത്തെ വാക്യം, the man who does those things shall live by them. അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും. So I explained to you in the Old Testament it was doing. ഞാൻ പറഞ്ഞു പഴയ നിയമത്തിൽ ചെയ്യുക അല്ലെങ്കിൽ പ്രവൃത്തിയായിരുന്നു അധികം. But verse number 4 says, എന്നാൽ നാലാമത്തെ വാക്യം പറയുന്നു, Christ is the end of the law. ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. For righteousness, നീതി, to everyone who believes. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ തക്കവണ്ണം. Amen. Hallelujah. If it's old covenant is doing, എല്ലാം താൻ പഴയ നിയമപ്രകാരമാണെങ്കിൽ, new covenant is believing. എന്നാൽ പുതിയ നിയമത്തിൽ അത് വിശ്വസിക്കുക എന്നുള്ളതാണ്. Am I saying something which you're able to figure out? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? You're able to understand what I'm saying, right? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? I know you are. Okay, praise God. Verse number 6. ആറാമത്തെ വാക്യം, the righteousness of faith. വിശ്വാസത്താലുള്ള നീതിയോ. Okay, listen to me very carefully. എന്നെ ശ്രദ്ധിച്ചു കേട്ടാട്ടെ. So when you're talking about new covenant, പുതിയ ഉടമ്പടിയെ പറ്റി സംസാരിക്കുമ്പോൾ, it's not doing, അത് പ്രവൃത്തിയല്ല, it's believing.
വിശ്വസിക്കുക എന്നുള്ളതാണ്. So how do you translate believing into real life? എങ്ങനെയാണ് ഈ വിശ്വാസം ദൈനംദിന ജീവിതത്തിലേക്ക് എനിക്ക് വ്യാപരിക്കുവാനായിട്ട് കഴിയുന്നത്? If you say I believe, നിങ്ങൾ പറയുകയാണ് ഞാൻ വിശ്വസിക്കുന്നു എന്ന്, the believing is an internal thing. അത് വിശ്വസിക്കുക എന്ന് പറയുന്നത് അകത്തുള്ള ഒരു കാര്യമാണ്. How do you translate what you believe into action? എങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്ന കാര്യത്തെ എന്റെ പ്രവർത്തികളിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്? Listen to me very carefully. എന്നെ ശ്രദ്ധിച്ചു കേട്ടാൽ, It is done by speaking. അത് പറയുന്നത് ഞാൻ പ്രസ്താവിക്കുന്നതിലൂടെയാണ്. Somebody say speaking. പറഞ്ഞാട്ടെ, പ്രസ്താവിക്കുന്നതിലൂടെ, Speaking. ഞാൻ പറയുന്നതിലൂടെ. So you vocalize your belief system by speaking. ഞാൻ എന്ത് വിശ്വസിക്കുന്നു ഞാനത് പ്രസ്താവിച്ചുകൊണ്ടേയിരിക്കുന്നു. Amen. Amen. Now, but the Bible says, verse number 6. വചനം 6-ാമത്തെ വാക്യത്തിൽ But the പറയുന്നു, righteousness of faith speaks this way. വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണമാകുന്നു. What does it say? എന്ത് പറയുന്നു? It says, don't say. പറയരുത് എന്ന് പറയുന്നു. Okay, now listen to me very carefully. എന്നെ ശ്രദ്ധിച്ചു കേട്ടാട്ടെ, Listen to me very carefully. എന്നെ ശ്രദ്ധിച്ചു Let കേട്ടാട്ടെ. it not confuse you. ഞാൻ കൺഫ്യൂസ് ചെയ്യുന്നില്ല It നിങ്ങളെ. says the righteous speaks like this. ഇവിടെ പറയുന്നത് നീതിമാൻ ഇപ്രകാരം സംസാരിക്കുന്നു എന്ന് പറയുന്നു. Because I'm a believer, ഞാൻ വിശ്വാസിയായതുകൊണ്ട് I speak like this. ഞാൻ ഇപ്രകാരം സംസാരിക്കുന്നു. Okay, hold your Bible there. ഈ ഭാഗത്ത് ശ്രദ്ധിച്ചാട്ടെ. Go to the book of Romans chapter 4 അവിടെ ഒരു കൈ വെച്ചിട്ട് 4-ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. and verse number 2. 2-ാമത്തെ വാക്യം. The book of Romans chapter 4 verse number 2. റോമാലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. Talking about Abraham. എബ്രഹാമിനെ പറ്റി അവിടെ If പറയുകയാണ്. Abraham was justified by works, എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ എബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് he പറയുന്നു. had something to boast about. എബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്. But not before God. ദൈവസന്നിധിയിലില്ലതാനും. Now, if you talk about Abraham, we say, whoa, what a great guy, praise God. നിങ്ങൾ എബ്രഹാമിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പറയും, ഓ എന്ത് വലിയ വിശ്വാസമാണ്, എന്ത് വലിയ മഹാപുരുഷനാണെന്ന് പറയും. But it says that boasting is not going to work before God. എന്നാൽ അവിടെ വ്യക്തമായിട്ട് പറയുന്നത് ദൈവസന്നിധിയിൽ തനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. Don't you think he did a great job by believing? നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ എബ്രഹാം വലിയ കാര്യം ദൈവത്തിനായിട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നില്ലേ? But what does the Bible say? എന്നാൽ എന്താണ് വചനം പറയുന്നത്? Verse number 3. 3-ാമത്തെ വാക്യം. This is the answer. തിരുവെഴുത്ത് എന്ത് It പറയുന്നു? says Abraham believed God. തിരുവെഴുത്ത് എന്ത് പറയുന്നു? എബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. Abraham believed God. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. And it was accounted to his credit as righteousness. അത് അവന് നീതിയായി കണക്കിട്ടു. Oh, somebody please. Hallelujah. Somebody understand what Hallelujah. I'm saying? Oh, praise God. Amen. Now, in the New Testament, it's not about what you do, it's about believing. ഈ പുതിയ ഉടമ്പടിയിൽ നാം എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, എന്നാൽ ഞാൻ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. So if he believed God, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ that was accounted as righteousness. അത് നീതിയായി കണക്കിടുന്നു. Righteousness doesn't come by fasting. ഈ നീതി എന്ന് പറയുന്നത് ഞാൻ ഉപവസിച്ച് It's by ലഭിക്കുന്നതല്ല, believing. അത് വിശ്വാസത്തിലൂടെ ലഭിക്കുന്നതാണ്. Somebody let's say praise the Lord for that. ആരെങ്കിലും പ്രൈസ് ദി ലോർഡ് പറഞ്ഞാട്ടെ. That's why it says it was accounted as righteousness. അതുകൊണ്ടാണ് അത് നീതിയായിട്ട് കണക്കിട്ടു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. Verse number 4 says, 4-ാമത്തെ വാക്യം പറയുന്നു, now to him who works, എന്നാൽ പ്രവർത്തിക്കുന്നവന് what should I do? What should I do? Works. എന്താണ് ചെയ്യേണ്ടത് എന്ന് The ആലോചിക്കുന്നവന് wages are counted not as grace but as debt. കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ. Amen. Amen. That means you're telling Jesus, അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയാൻ നിങ്ങൾ യേശുവിനോട് പറയുകയാണ്, you died for me. കർത്താവേ നീ എനിക്ക് വേണ്ടി മരിച്ചു, Good job. നല്ല കാര്യം, How much can I pay? എനിക്ക് എത്ര തരാൻ പറ്റും അതിനായിട്ട്? What can I return back? എനിക്ക് അതിനായിട്ട് നിങ്ങൾക്ക് എത്ര കാശ് തരാൻ പറ്റും? You understand what I'm saying? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? So if you're saying I'm going to work my response back to you, അപ്പോൾ നിങ്ങൾ പറയുകയാണ് ദൈവത്തോട് ഞാൻ കടം വീട്ടുന്നത് എന്റെ പ്രവൃത്തി കൊണ്ടാണെങ്കിൽ, it's by saying let me pay for this. അപ്പോൾ പറയുകയാണ് എന്നാൽ താൻ ചെയ്തിരിക്കുന്ന ക്രൂശിലെ കാര്യത്തിനായിട്ട് ഞാൻ തരട്ടെ എന്ന്. Then it says you become a debtor. അങ്ങനെയാണെങ്കിൽ ഒരു കടത്തിൻ്റെതായിട്ടുള്ള ഇടപാടാണ് അവിടെ But the വരുന്നത്. gift of salvation is a gift. എന്നാൽ രക്ഷ എന്ന് പറയുന്നത് ഒരു ദാനമാണ്. What have you done to become born again? നിങ്ങൾ വീണ്ടും ജനിക്കുവാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? You just believed. നിങ്ങൾ വിശ്വസിക്കുക You മാത്രമാണ് ചെയ്തത്. confess with your mouth the Lord Jesus Christ. നിങ്ങളുടെ അധരം കൊണ്ട് നിങ്ങൾ യേശുക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞു. And that's how you're born again. അങ്ങനെയാണ് നിങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നത്. You did not do anything. നിങ്ങൾ അല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല. You believed. നിങ്ങൾ വിശ്വസിച്ചു. And because you believed, വിശ്വസിച്ചതിനാൽ you are saved. നിങ്ങൾ രക്ഷ പ്രാപിച്ചു. If believing got salvation, നിങ്ങൾ വിശ്വസിക്കുന്നവൾ യേശുവിൽ രക്ഷ സ്വീകരിച്ചെങ്കിൽ, good health comes by believing. നല്ല ആരോഗ്യം വിശ്വസിക്കുന്നവൾ ലഭിക്കാൻ കഴിയും. God's blessings comes by believing. ദൈവത്തിന്റെ അനുഗ്രഹം വിശ്വസിക്കുന്നവൾ ലഭിക്കാൻ The കഴിയും. glory of God comes by believing. ദൈവത്തിന്റെ തേജസ് വിശ്വസിക്കുന്നവൾ ലഭിക്കാൻ കഴിയും. Healing comes by believing. സൗഖ്യം വിശ്വസിക്കുന്നവൾ ലഭിക്കാൻ കഴിയും. Everything comes by believing. എല്ലാം വിശ്വസിക്കുന്നവൾ ലഭിക്കാൻ Somebody കഴിയും. shout a hallelujah. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Oh, praise God. ഹല്ലേലൂയ. Let me begin to close down Romans chapter 10. 10-ാമത്തെ അധ്യായത്തിൽ തന്നെ നമുക്ക് മടങ്ങി It പോകാം. says verse number 6. 6-ാമത്തെ വാക്യം, But the righteousness of faith speaks in this way. വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു. It does not say, അവിടെ പറയുന്നത്, it says who will ascend into heaven. Verse number 6. ആര് സ്വർഗ്ഗത്തിലേക്ക് കയറും എന്നല്ല അവിടെ പറയുന്നത്. Listen to me very careful. Righteousness of faith people, this is not
This is not what you should do. നീതിമാന്മാർ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതല്ല നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ It പറയുന്നത്. says, does not speak in this way. ഇങ്ങനെ പറയരുത് എന്ന് പറയുന്നു. Do not say in your heart, നിങ്ങളുടെ ഹൃദയത്തിൽ പറയരുത്. who will ascend into heaven? ആര് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നു പറയരുത്. That is to bring Christ down from above. അത് ക്രിസ്തുവിനെ ഇറക്കണം എന്ന് വിചാരിച്ച് സ്വർഗത്തിൽ കയറുമെന്നോ? Listen to me very carefully. എന്നെ ശ്രദ്ധിച്ചാട്ടെ. When you pray, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ if you say, നിങ്ങൾ പറയുകയാണ്, Lord, come from heaven. കർത്താവേ ഇറങ്ങി വരണമേ. My situation is bad. എന്റെ സാഹചര്യം വളരെ മോശമാണ്. Come from heaven. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നാട്ടെ. That's not how a righteousness of faith speaks. അതല്ല നീതിമാന്റെ പ്രാർത്ഥന. Hallelujah. That's not what it is. Jesus is not going to come down because you're asking him to come down. നിങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് ഇറങ്ങി വരുവാനായിട്ടല്ല ക്രിസ്തു അവിടെ ഇരിക്കുന്നത്. Verse 8 says, എട്ടാമത്തെ വാക്യം പറയുന്നു. verse number 7 says, ഏഴാമത്തെ വാക്യം പറയുന്നു, or who will descend into the abyss, that is to bring Christ up from the dead. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണം എന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങും എന്നോ നിന്റെ ഹൃദയത്തിൽ പറയുന്നത്. Jesus has risen to heaven. യേശു സ്വർഗത്തിലാണ്. Don't tell him, Lord, forgive my sin, wash me, go cleanse me. These kind of things. പ്രാർത്ഥനയിൽ കർത്താവ് എന്നോട് ക്ഷമിക്കണമേ, എന്നെ കഴുകണമേ, എന്നെ വെടിപ്പാക്കണമേ എന്നുള്ള കാര്യം മാത്രം പറയരുത്. Jesus has died for us. യേശു നമ്മൾക്കായിട്ട് മരിച്ചു. His blood is flowing constantly. തന്റെ രക്തം തുടർമാനമായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. It's a constant process. അത് തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. We are being cleansed constantly. നാം അനുദിനം ഇങ്ങനെ ശുദ്ധീകരിക്കപ്പെടുകയാണ്. So don't say this. അതുകൊണ്ട് അങ്ങനെ പറയരുത്. Don't say, God, come do something from the devil is after my life. കർത്താവ് എന്റെ ജീവിതത്തിൽ പിശാചിന് ഒരു വലിയ ഒരു ഇടയുണ്ട്, അതുകൊണ്ട് കർത്താവ് വന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയരുത്. Verse 8 says, എട്ടാമത്തെ വാക്യം പറയുകയാണ്. but what does it say? എന്താണ് വചനം പറയുന്നത്? This is what it says. ഇത് പറയുന്നു. This is what the righteous person says. നീതിമാന്റെ വാക്ക് ഇങ്ങനെയാണ്. It says the word is near you. വചനം നിനക്ക് സമീപമായി. In your mouth and in your heart. നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. That is the word of faith which we preach. അതാണ് വിശ്വാസത്തിന്റെ വചനം നാം പ്രസംഗിക്കുന്നത്. Somebody say hallelujah. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Verse number 10 says, പത്താമത്തെ വാക്യം for പറയുന്നു. with the heart one believes unto righteousness, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും and with the mouth confession is made unto salvation. വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. Praise God. Praise the Lord. So what do I do? എന്ത് ചെയ്യണം ഞാൻ? I speak. ഞാൻ സംസാരിക്കണം. I speak. ഞാൻ സംസാരിക്കണം. I speak. ഞാൻ സംസാരിക്കണം. Hallelujah. Hallelujah. That's what the righteous man does. He speaks. നീതിമാൻ ചെയ്യുന്നത് അതാണ്, അവൻ സംസാരിക്കുന്നു. Let me just close in the next 3 minutes. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളട്ടെ. Now you may ask me, നിങ്ങൾ എന്നോട് if ചോദിക്കുമായിരിക്കും, this is the case, ഇങ്ങനെയാണെങ്കിൽ there's a verse in the Bible ബൈബിളിൽ ഒരു വാക്യമുണ്ട് that says we need to work. നമുക്ക് വേല ചെയ്യണം അല്ലെങ്കിൽ പ്രവർത്തിക്കണം എന്ന് പറയുന്ന വാക്യമുണ്ട്. James chapter 2 and verse 20. യാക്കോബിന്റേതായിട്ടുള്ള ലേഖനം It says, രണ്ടാമത്തെ അധ്യായം, do you not know, O foolish man, that faith without works is dead? 2:20. James 2:20. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? So you're saying not to work? നാം പലപ്പോഴും പ്രവൃത്തിയോട് ഇല്ല എന്നാണ് പറയുന്നത്. Here the Bible says work. എന്നാൽ ഇവിടെ വചനം പറയുന്നു പ്രവർത്തിക്കുക. So let me clarify that. ഞാനത് വ്യക്തമാക്കട്ടെ. To get saved, രക്ഷ പ്രാപിക്കുവാനായിട്ട് there is no work. അവിടെ പ്രവൃത്തിയില്ല, there's belief. അവിടെ വിശ്വാസമാണുള്ളത്. Once you get saved, എന്നാൽ വിശ്വസിച്ച് കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ you work. നിങ്ങൾ പ്രവർത്തിക്കുന്നു. Understand? Hallelujah. You understand? Hallelujah. That's where prayer comes in the picture. അവിടെയാണ് പ്രാർത്ഥന ആ രംഗത്ത് വരുന്നത്. I'm not doing something to get saved. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് രക്ഷ പ്രാപിക്കുവാനായിട്ടല്ല. But because I'm saved, I pray. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ടതിനാൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. I don't read my Bible because if I don't read my Bible, God is going to get angry with me. ഞാൻ വചനം വായിക്കുന്നത്, വചനം വായിച്ചില്ലെങ്കിൽ ദൈവത്തിന് എന്നോട് കോപമുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടല്ല. But if you don't read your Bible, you're in trouble. That's another story by itself. പക്ഷേ ഒരു സത്യം എന്ന് പറയുന്ന വചനം വായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും. അത് ശരിയാണ്. But the reason why we read our Bibles is because we are saved. എന്നാൽ ഞാൻ വചനം വായിക്കുന്നത് ഞാൻ രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ്. Why do I fast? എന്തുകൊണ്ട് ഞാൻ ഉപവസിക്കുന്നു? Not to get God's attention. ദൈവത്തിൻ്റെതായിട്ടുള്ള ശ്രദ്ധ എന്റെ ജീവിതത്തിൽ We ലഭിക്കുവാനായിട്ടല്ല. think God has got a big pile of papers with a lot of requests, and by you praying, He's going to pull the one from the bottom and stick it on top and say approved. എല്ലാ പ്രാർത്ഥനയായിട്ടുള്ള റിക്വസ്റ്റ് എല്ലാം കൂടെ ഒന്നിച്ചു കൂട്ടിയിട്ട് ദൈവത്തിന്റെ ശ്രദ്ധ ലഭിക്കുവാനായിട്ടല്ല നാം ഇങ്ങനെ ചെയ്യുന്നത്. No. അതുകൊണ്ടല്ല. It's because I am saved. ഞാൻ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് ഞാൻ ഉപവസിക്കുന്നു. I love to be with God. എനിക്ക് ദൈവവുമായിട്ട് ഉപവസിക്കുവാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. That's fasting. അതാണ് ഉപവാസം. Hallelujah. 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 The Bible says. വചനം പറയുന്നു. Matthew 5:16.
മത്തായിയുടെ സുവിശേഷത്തിന്റെ 5:16 ഇപ്രകാരം പറയുന്നു, let your light shine. നിങ്ങളുടെ പ്രകാശം തെളിയട്ടെ എന്ന് പറയുന്നു. Let your light shine. നിങ്ങളുടെ പ്രകാശം പ്രകാശിക്കട്ടെ അല്ലെങ്കിൽ തെളിയട്ടെ എന്ന് പറയുന്നു. From the Old Testament to the New Testament there was a major transition. ഈ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് ഒരു വലിയ മാറ്റമാണ് അവിടെ നടക്കുന്നത്. It was divided by the Holy Ghost falling on the church. അവിടെ വ്യത്യാസം വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് സഭയുടെ മേൽ വന്നു എന്നുള്ള കാര്യമാണ്. The Lord God Almighty changed residence. ഈ ദൈവം തന്റെ ഭവനത്തെ മാറ്റി വ്യക്തികളിലേക്ക് ആക്കി. He confined him in a box. He was carried to different places. തന്നെ പലപ്പോഴും ആ ഒരു പെട്ടകത്തിനകത്ത് നിന്ന് ആ ഒരു പലയിടത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. And then he moved into the hearts of people. എന്നാൽ അവിടെ നിന്ന് ദൈവം വ്യക്തികളുടെ വ്യക്തിജീവിതങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവം വന്നു. And so the righteousness now അങ്ങനെ അപ്പോൾ നീതി എന്ന് പറയുന്നത് is the greater one who's inside you. എന്നിലുള്ള ആ വലിയ ദൈവമാണ് ഇന്നെ നീതി. You let him work through you. ആ ദൈവത്തെ എന്റെ ജീവിതത്തിലൂടെ പ്രവർത്തിക്കാൻ ഞാൻ സമ്മതിക്കുമ്പോൾ that is true righteousness. അതാണ് ശരിയായിട്ടുള്ള നീതി. That's true holiness. അതാണ് ശരിയായിട്ടുള്ള വിശുദ്ധി. Will somebody say amen? ആരെങ്കിലും ആമേൻ പറയാമോ? So the working now that you do അപ്പോൾ ഇന്ന് നാം ചെയ്യുന്ന ആ പ്രവൃത്തി is not to get his approval. അത് ദൈവത്തിന്റെ ആ സന്തോഷം ലഭിക്കുവാനായിട്ടല്ല. The work that you do എന്നാൽ ഞാൻ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ he does the work through you. കാരണം അത് ദൈവം എന്നിലൂടെ ചെയ്യുന്ന പ്രവൃത്തിയാണ്. Hallelujah. Have I mesmerized you without you saying amen or what? നിങ്ങൾ ആമേൻ പറയാതെ ഞാൻ നിങ്ങളെ മുഴുവൻ ആശയക്കുഴപ്പത്തിലാക്കിയത് കൊണ്ടാണോ? You know what I'm saying? നിങ്ങൾക്കറിയാമോ ഞാൻ എന്താ പറയുന്നത്? Old Testament you do to please God. പഴയ നിയമത്തിൽ നാം കാര്യങ്ങൾ ചെയ്യുന്നു. But in the New Testament എന്നാൽ പുതിയ നിയമത്തിൽ he works through you. എന്നാൽ ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. And that's why we work. അതുകൊണ്ടാണ് നാം പ്രവർത്തിക്കുന്നത്. We read the Bible. നാം വചനം വായിക്കുന്നത്. Because he's working through me. കാരണം ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുന്നു. I fast. ഞാൻ ഉപവസിക്കുന്നു. Because he's working through me. കാരണം ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുന്നു. I give. ഞാൻ കൊടുക്കുന്നു. Because he's working through me. ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. I pray. ഞാൻ പ്രാർത്ഥിക്കുന്നു. Because he's working through me. ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. Let your light shine. അങ്ങനെ നമ്മുടെ പ്രകാശം അങ്ങ് പ്രകാശിക്കട്ടെ. Permit the light to shine. ആ ഒരു പ്രകാശത്തെ ഷൈൻ ചെയ്യാൻ അനുവദിക്കുക. Mary said something like this, let it be according to your word. മറിയം പറയുകയാണ് അവിടുത്തെ ഇഷ്ടം പോലെ എന്റെ ജീവിതത്തിൽ ആകട്ടെ എന്ന് പറയുന്നു. She had to permit the Holy Ghost to work through her. ആ പരിശുദ്ധാത്മാവിനെ തന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് ഒരു അനുവാദം കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. Hallelujah. Hallelujah. Those let him glory in the Lord. That's what the Bible says. പ്രശംസിക്കുന്നവരെ ദൈവത്തിൽ പ്രശംസിക്കട്ടെ എന്ന് വചനം പറയുന്നു. I will let myself. ഞാൻ എന്നെ തന്നെ അതിനായിട്ട് വിട്ടുകൊടുക്കും. It's not works. അത് പ്രവൃത്തിയാലല്ല. It's letting him work through you. അത് ദൈവത്തിന് നമ്മളിലൂടെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നതിലൂടെയാണ്. Somebody say amen. ആരെങ്കിലും ആമേൻ പറഞ്ഞാൽ. Hallelujah. Hallelujah. My time is up. എന്റെ സമയം കഴിയുന്നു. But I want to pray with you. എന്നാൽ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നു. Amen. ആമേൻ. The biggest lie ഏറ്റവും ആ വലിയ കള്ളം ഓർക്കുക. is the devil trying to tell you do something so that he will be pleased with you. ഏറ്റവും വലിയ കള്ളം എന്ന് പറഞ്ഞാൽ പിശാച് പറയുകയാണ് നീ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ദൈവത്തിന് നിന്നോട് സന്തോഷമുണ്ടാകുകയുള്ളൂ. Let me tell you. ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയട്ടെ. Even when you were ungodly he died for you. നിങ്ങൾ വിശ്വാസി അല്ലാതിരുന്നപ്പോൾ തന്നെ ദൈവം അല്ലെങ്കിൽ യേശു നിങ്ങൾക്കായിട്ട് മരിച്ചു. Amen. Amen. Now what can you do to displease him? എന്ത് ഇനിയും ചെയ്യാൻ കഴിയും അധികമായിട്ട് ദൈവത്തെ വെറുപ്പിക്കുവാനായി? He loves you even before you were born. കാരണം നിങ്ങൾ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ദൈവം നിങ്ങളെ സ്നേഹിച്ചു. He died for you on the cross even before you were born. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു. Now it was a past deal. അതൊരു മുമ്പേ തന്നെ നടന്ന കാര്യമാണ്. So what can you do now to spoil the past deal? അതുകൊണ്ട് മുമ്പ് നടന്ന കാര്യത്തെ തകർക്കുവാനായിട്ട് മുഷിപ്പിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യുവാൻ കഴിയും? It's impossible to change the past with the present. കാരണം പഴയ കാലത്തെ മാറ്റുവാനായിട്ട് ഞാൻ ഇപ്പോ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് കഴിയുകയില്ല. He says I loved you with an everlasting love. യേശു പറയുന്നു ഞാൻ നിത്യ സ്നേഹത്താൽ നിങ്ങളെ സ്നേഹിച്ചു. So what do I do? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? Now my life is a response to his love. എന്റെ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിന് ഒത്തവണ്ണം പ്രതികരിക്കുന്നത് പോലെ ആകട്ടെ. I love him ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു because he first loved me. കാരണം ദൈവം എന്നെ ആദ്യം സ്നേഹിച്ചതുകൊണ്ട്. And that's what it's all about. അതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യം. So when you say I work for Christ, അപ്പോൾ നാം പറയുമ്പോൾ ഞാൻ ക്രിസ്തുവിനായിട്ട് ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ വേല ചെയ്യുന്നു പറയുമ്പോൾ it's not the work to please him or to get his approval. അത് യേശുവിനെ സന്തോഷിപ്പിക്കാനായിട്ട് യേശുവിനെ സമ്മതം കിട്ടുവാനായിട്ടുള്ള ഒരു വേലയല്ല. I'm working because he's asked me and put the Holy Ghost in me and I work for him. ഞാൻ എന്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്? ഈ പരിശുദ്ധാത്മാവിനെ എന്നിൽ ഉള്ളതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കുവാനായിട്ട് ഞാൻ സമ്മതിക്കുന്നു. When I know this, ഇതെനിക്ക് മനസ്സിലാകുമ്പോൾ the devil has absolutely no way he can put guilt in my heart. ഇത് ഞാൻ അറിയുമ്പോൾ പിശാചിന് എന്നിൽ ഇടമില്ല. I pray, ഞാൻ പ്രാർത്ഥിക്കുന്നു, I read my Bible. ഞാൻ വചനം വായിക്കുന്നു. Sometimes I don't read my Bible. ചിലപ്പോൾ ഞാൻ വായിക്കാറില്ല. When I'm traveling, ഞാൻ ചിലപ്പോൾ സഞ്ചരിക്കുമ്പോൾ I am not condemned. ഞാൻ എന്നാൽ അതുകൊണ്ട് എനിക്ക് ഒരു കുറ്റബോധം തോന്നുന്നില്ല. Some of you are looking at me strange. ചിലര് വളരെ ആശ്ചര്യത്തോടെ നോക്കുന്നു.
I don't have time to read my Bible. ചില സമയത്ത് എനിക്ക് വായിക്കാൻ സമയമില്ല. I have no time. എനിക്ക് സമയമില്ല. But that does not mean I don't love the Lord. എന്നാൽ അതിന്റെ അർത്ഥം ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. Because I can catch up. കാരണം എനിക്ക് തീർച്ചയായിട്ടും കൂടുതലായിട്ട് വായിക്കുവാൻ സമയമുള്ളപ്പോൾ അത് കഴിയുന്നു. When I did not know this truth, എന്നാൽ ഈ സത്യം ഞാൻ മനസ്സിലാക്കാതിരുന്നപ്പോൾ, suppose I did not read 5 chapters a day, ഒരു ദിവസം ഞാൻ 5 ചാപ്റ്റർ വായിച്ചില്ലെങ്കിൽ, the devil says you're going to preach without reading the Bible. അപ്പോൾ പിശാച് ചോദിക്കുകയാണ്, നീ ഈ വചനം വായിക്കാതെ നീ പ്രസംഗിക്കാൻ So പോവുകയാണോ? I stand here condemned. അപ്പോൾ എനിക്കൊരു കുറ്റബോധത്തിനുള്ള അവസ്ഥ വരുന്നു. Oh my God. കർത്താവേ, Is God going to get angry with me? ദൈവത്തിന് എന്നോട് കോപം ഉണ്ടാകാൻ പോവുകയാണോ? But when I realized that I'm justified by faith, എന്നാൽ ഞാൻ മനസ്സിലാക്കിയപ്പോൾ, ഈ വിശ്വാസത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ, my lifestyle itself is a lifestyle of prayer and reading the word. എന്റെ It's a ജീവിത lifestyle. ശൈലി തന്നെ വചനം വായിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക അതുപോലെ അങ്ങ് മാറി. It's a lifestyle. അതൊരു ജീവിത ശൈലിയാണ്. It's a lifestyle. അതൊരു ജീവിത ശൈലിയാണ്. And then there's freedom. അങ്ങനെ ആ ശൈലിയിൽ ഒരു വലിയ The സ്വാതന്ത്ര്യമുണ്ട്. devil cannot accuse me. ആ പിശാചിന് എന്നെ കുറ്റം വിധിക്കുവാനായിട്ട് കഴിയുകയില്ല. Because Jesus says you shall know the truth. എന്തുകൊണ്ടാൽ കർത്താവ് പറയുന്നു, നീ സത്യം അറിയുകയും And the truth shall set me free. ആ സത്യം നിന്നെ സ്വതന്ത്രനാക്കുകയും ചെയ്യും. Amen. ആമേൻ. Having said all this, ഇത് പറഞ്ഞപ്പോഴെല്ലാം I'm തന്നെ not saying stop reading your Bible. ഞാൻ പറയുന്നില്ല നിങ്ങൾ വചനം വായിക്കരുത്. I'm not saying stop praying. ഞാൻ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട I'm എന്നുള്ളതല്ല. not saying go and stop going to church. നിങ്ങൾ സഭയിൽ വരുന്നത് നിർത്തണമെന്നല്ല I'm പറയുന്നത്. only saying എന്നാൽ ഞാൻ ഒന്ന് കാര്യമേ പറയുന്നുള്ളൂ. these things you need not do to please him. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കർത്താവിനെ സന്തോഷിപ്പിക്കാനല്ല. These things you do because he is pleased with you. എന്തുകൊണ്ട് ഈ കാര്യം ചെയ്യുന്നത് ദൈവം നിങ്ങളിൽ സന്തോഷിക്കുന്നത് കൊണ്ട് ഇതെല്ലാം ചെയ്യുക. Let's pray. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. Let's stand to our feet, please. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. Hallelujah. ഹല്ലേലൂയ. Praise God. Hallelujah. Praise God. Praise the Lord. Praise God. Praise the Lord. I believe and pray from this morning your life will begin to change. ഞാൻ- Your prayer will begin to change. Your Bible reading will begin to change. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വചനം വായിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു തലത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന്. The reason why you do these things will change. ഇതെല്ലാം എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ള ആ ഒരു കാരണത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. Let your light shine. നിങ്ങളുടെ ആ പ്രകാശം അങ്ങ് ശോഭിക്കട്ടെ. There's an act of permission. അവിടെ അനുവാദം കൊടുക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. The Holy Ghost is living inside of you. പരിശുദ്ധാത്മാവ് നിങ്ങൾ ഓരോരുത്തരിലും ജീവിക്കുന്നു. He's inside of every single one of നിങ്ങൾ us. ഓരോരുത്തരിലും പരിശുദ്ധാത്മാവായിരിക്കുന്നു. He's asking you, would you let me work through you? പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുന്നു, എന്നെ പ്രവർത്തിക്കുവാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമ്മതം I തരാമോ? need you to touch lives. നിങ്ങൾ ജീവിതങ്ങളെ തൊടുവാനായിട്ട് ഞാൻ But ആഗ്രഹിക്കുന്നു. I need you. എന്നാൽ നിങ്ങളെ എനിക്ക് ആവശ്യമുണ്ട്. Without you, I cannot do anything. നീ ഇല്ലാതെ എനിക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. You're my dwelling place. നീയാണ് എന്റെ വാസസ്ഥലം. You're the house of God. നീയാണ് ദൈവത്തിന്റേതായിട്ടുള്ള ആലയം. Would you permit me to work through you? എന്നെ പ്രവർത്തിക്കുവാനായിട്ട് നീ This അനുവദിക്കുമോ? work is not to please you, God. ഈ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ദൈവത്തെ സന്തോഷിപ്പിക്കാനല്ല. This is because you're pleased with me. ഇത് ദൈവം എന്നിൽ സന്തോഷിക്കുന്നത് കൊണ്ടാണ്. Jesus says, യേശു പറയുന്നു, the Bible says about Jesus, വചനം യേശുവിനെ കുറിച്ച് he പറയുന്നു, went about doing good. താൻ നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. He went about doing good. താൻ നന്മ ചെയ്തുകൊണ്ടേയിരുന്നു. Because he let God, the Holy Spirit, work through him. കാരണം പരിശുദ്ധാത്മാവിനെ തന്റെ ജീവിതത്തിൽ താൻ The അനുവദിച്ചു. doing good was a second act of the Holy Ghost working in and ഈ through him. പരിശുദ്ധാത്മാവ് ജീവിതത്തിലുള്ളതിന്റെ ഒരു പ്രകടനമാണ് നന്മ ചെയ്യുക എന്നുള്ളത്. Come on, lift your hands. Let's praise the നിങ്ങളുടെ Lord. കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. Praise the Lord. Praise the Lord. Lord, let the Holy Ghost use me. കർത്താവ്, നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ, പരിശുദ്ധാത്മാവെ എന്നെ ഉപയോഗിച്ചാട്ടെ. Let the Holy Ghost use me. പരിശുദ്ധാത്മാവ് എന്നെ Power ഉപയോഗിച്ചാട്ടെ. of the Holy Ghost use me. പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിലൂടെ വ്യാപരിക്കട്ടെ. I want to just let your light shine in and through me. എന്നിലുള്ള ആ പ്രകാശത്തെ പുറത്തേക്ക് ഒഴുക്കുവാനായിട്ട് ഞാൻ I സമ്മതിക്കുന്നു. want to let you use me പിതാവേ, എന്നെ ഉപയോഗിക്കണമേ. for the glory of God. ദൈവത്തിന്റെ Come on, മഹത്വത്തിനായി. somebody lift your voice and give him praise. Somebody talk to him. ദൈവത്തിന്റെ മഹത്വം